വിശുദ്ധമായ അറഫയുടെ രാവും പകലും നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈ വിശുദ്ധമായ അറഫയെ ധന്യമാക്കാൻ, അറഫ ദിനം നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടാൻ നാം ചെയ്യേണ്ട ചില കർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതോടൊപ്പം വിശുദ്ധമായ ദുൽഹജ്ജിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അത്ഭുതം നിറഞ്ഞ ഈ സ്വലാത്ത് നമ്മളൊന്ന് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം മാറിമറിയുന്നത് അനുഭവിച്ചറിയാൻ കഴിയും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു സ്വലാത്താണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യമുണ്ട് വീഡിയോയിൽ. ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം, മനോഹരമായൊരു വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച അത്ഭുതങ്ങളുടെ കലവറയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതിൻ്റെ എല്ലാം ദുൽഹജ്ജിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസമാണ്. അതിൻ്റെ ഒരു മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതം മാറിമറിയുമെന്ന് പറഞ്ഞു. അത് പറയുന്നതിന് മുൻപ് വിശുദ്ധമായ അറഫയുടെ രാവും പകലുമൊക്കെ നമ്മിലേക്ക് കടന്നു വരികയാണ്. എന്താണ് അറഫ എന്ന് പറഞ്ഞാൽ? 12 അറബി മാസങ്ങളുണ്ട് അല്ലേ? ഈ 12 മാസങ്ങളിൽ 4 മാസം വളരെ മഹത്വം നിറഞ്ഞതാണ്. അർബഅത്തുൻ ഹുറും, വിശുദ്ധ മാസങ്ങളെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പരിചയപ്പെടുത്തിയ 4 മാസങ്ങളുണ്ട്. ദുൽഖഅദ്, ദുൽഹിജ്ജ്, മുഹറം, റജബ് അല്ലേ? അതിൽപ്പെട്ട ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത്. ഈ ദുൽഹജ്ജ് മാസത്തിൽ തന്നെ ആദ്യ 10 ഭയങ്കര പ്രത്യേകതയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ആദ്യ 10 ദുൽഹജ്ജ് 9 ഏറെ ശ്രേഷ്ഠമാണ്. ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പടച്ച പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫയുടെ പകലാണ്. ഈ അറഫയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാ മിൻ യൗമിൻ അക്സറ മിൻ അയ്യഅതിഖല്ലാഹു ഫീഹാ അബ്ദൻ മിനൻ നാർ. ഇതുപോലെ നരകത്തിൽ നിന്ന് മനുഷ്യന്മാരെ മോചിപ്പിക്കണ ഒരു പകല് വേറെയില്ല. അറഫാ ദിനം പോലെ നരകത്തിൽ നിന്ന് പടച്ചവൻ മനുഷ്യരെ മോചിപ്പിക്കുന്ന ഒരു ദിവസമല്ല. അപ്പം ധാരാളം നരകമോചനം തേടേണ്ട ദിവസമാണ്. അള്ളാഹുവിൽ നിന്ന് നരകമോചനം നേടിയെടുക്കേണ്ട ദിവസമാണത്. കണക്കില്ലാത്ത നരകമോചനം നൽകുന്ന ദിവസം. മാത്രമല്ല അല്ലാഹു റബ്ബുൽ ആലമീൻ മലക്കുകളോട് മനുഷ്യന്മാരെക്കുറിച്ച് അഭിമാനം പറയും. കണ്ടില്ലേ എൻ്റെ അടിമകളെ, അറഫാ ദിനത്തിൽ അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്, അവർ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു മലക്കുകളെ, നിങ്ങളാണ് സാക്ഷികൾ. പടച്ചോൻ അങ്ങനെ പുറത്തു കൊടുത്ത് എങ്ങനെയാണ്? അവരിൽ പാപികളുണ്ട്, സാരല്ല, അവർക്കും ഞാൻ പുറത്തു കൊടുത്തു എന്ന് അള്ളാഹു പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് ഇതുപോലെ സങ്കടപ്പെടുന്ന വേറൊരു ദിവസമല്ല. പിശാച് നിന്ദ്യനായി പോകുന്ന, ചെറുതായി പോകുന്ന, തലപൂഴ്ത്തി വെച്ച് കരയുന്ന, അട്ടഹസിക്കുന്ന ഒരു ദിവസം വേറെയില്ല. കാരണം എന്താ? അവൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് മനുഷ്യരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അറഫാ ദിനെത്തിയപ്പോൾ നമ്മൾ ചോദിച്ചു, അല്ല നമുക്ക് പുറത്തു തന്നു. ഇതിനേക്കാൾ വലിയൊരു സങ്കടം പിശാചിന് വരാനെന്തുള്ളത്? ഒരു റിപ്പോർട്ടിൽ പിശാച് തലയിൽ മണ്ണ് വാരിയിട്ട് കരയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിൻ്റെ അല്പം ഒരു കണികെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അല്ലാഹ് നമുക്ക് പുറത്തു തരും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബി ഇത് അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണോ? അല്ലല്ലല്ല, ബല്ലിൽ മുസ്ലിമീന ആമ, ഈമാൻ അല്പെങ്കിലുള്ള മുസ്ലിങ്ങൾക്കിത് ബാധകമാണ്. അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഈ ദിവസത്തിലും, അതായത് ഈ രാത്രിയിലും പകലിലും, അറഫയുടെ രാവും പകലും ഏറ്റവും കൂടുതൽ നമ്മൾ വ്യാപകമാക്കേണ്ട ഒരു ദിക്ർ ഹബീബായ തങ്ങൾ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചില റിപ്പോർട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, യുഹ്യി വയുമീത് ഇല്ലാതെയും കാണാം. എങ്ങനെയാണെങ്കിലും ഈ ദിക്ർ ധാരാളമായി ചൊല്ലണമെന്ന് കൃത്യമായി ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ പഠിപ്പിച്ചു തരികയാണ്. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഈ ദിവസം മോനെ, ഇന്ന ഹാദാ യൗമുൻ മൻ മലക ഫീഹി സമഅഹു വബസറഹു വലിസാനഹു ഗുഫിറ ലഹു.
ഈ ദിവസത്തിലെ നിൻ്റെ ചെവിയും നിൻ്റെ കണ്ണും നിൻ്റെ നാക്കുമൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ അള്ളാഹ് നിനക്ക് പുറത്തു തരും. അപ്പോൾ അള്ളാഹ് ഏറെ ബഹുമാനിച്ച സമയത്ത് നമ്മൾ തെറ്റ് ചെയ്യാൻ പോയാൽ വലിയ അപകടം ഉണ്ടാവും. അതായത് അള്ളാഹ് വെറുക്കുന്നവരുടെ അടയാളമായിട്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയണത് ഇത്തരം മഹത്വമുള്ള ദിവസങ്ങളിൽ അവർ തെറ്റ് ചെയ്യും. അള്ളാഹ് വെറുക്കുന്ന മനുഷ്യരുടെ അടയാളമാണ് ഇത്തരം മഹത്വമുള്ള ദിവസങ്ങളിൽ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. നമ്മൾ തെറ്റിൻ്റെ പിറകെ പോകുമ്പോൾ ഇരട്ടിക്കിരട്ടിയായി അദാബ് നമ്മുടെ മേൽ വന്ന് ഫലിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ അമൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അമലുകൾ ഹജ്ജിനുണ്ട് അല്ലേ. ഏറ്റവും പ്രാധാന്യം ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫ ഇല്ലാത്തൊരു ഹജ്ജില്ല. ബാക്കി എന്ത് കർമ്മവും നമുക്ക് പ്രായശ്ചിത്തം ചെയ്തു അല്ലാതെയൊക്കെ ഒപ്പിക്കാൻ നോക്കുക. പക്ഷേ അറഫയിൽ നിന്നില്ല എങ്കിൽ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഹാജി ആണെങ്കിൽ പോലും അവരെ ആംബുലൻസിൽ അറഫയിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. ഒരിത്തിരി നേരെങ്കിൽ അറഫയിൽ നിന്നില്ലെങ്കിൽ ആ ഹജ്ജ് അവർക്ക് കിട്ടില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും നമുക്ക് വസ്വാസുണ്ട്. അപ്പോൾ ഹാജിമാർ അറഫയിൽ നിൽക്കണം എന്നല്ലേ ഉസ്താദെ നമ്മൾ അറഫയുടെ നോമ്പ് പിടിക്കേണ്ടത് എന്നാണ്. അല്ലല്ലല്ല, അത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നമുക്ക് എന്നാണോ ദുൽഹജ്ജ് 9 അന്നാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത്. നമുക്കെന്നാണോ ദുൽഹജ്ജ് 9 അന്നാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത്. ഹാജിമാർക്ക് എന്നാണോ ദുൽഹജ്ജ് 9 അവരന്നാണ് അറഫയിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം, ഉസ്താദ് ഈ നോമ്പിന് യൗമു അറഫ, അറഫ നോമ്പ് എന്നല്ലേ പറയണത്? അപ്പോൾ അറഫ നോമ്പ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അറഫയുടെ അന്ന് തന്നെയല്ലേ നമ്മൾ പിടിക്കേണ്ടത്? അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങൾക്ക് പ്രത്യേക പേരുകളുണ്ട്. ദുൽഹജ്ജ് 8 യൗമു തർവിയ, ദുൽഹജ്ജ് 9 യൗമു അറഫ, ദുൽഹജ്ജ് 10 യൗമുൻ നെഹർ, ഇങ്ങനെയൊക്കെ ഓരോ പേരുകളുണ്ട്. ദുൽഹജ്ജ് 9 നമുക്കെന്നാണോ അന്നത്തെ ആ ദിവസത്തിൻ്റെ പേര് യൗമുൽ അറഫ എന്നാണ്. അത് ആ ദിവസത്തിൻ്റെ പേരാണ്, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ദുൽഹജ്ജ് 9 നമുക്കെന്നാണോ അന്ന് നമുക്ക് അറഫ ദിവസമാണ്. ഇനി ചില ആളുകൾ പറയും അത് ഹാജിമാർ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അവർക്ക് ഐക്യപ്പെട്ടുകൊണ്ട് ഇവിടെ നോമ്പ് പിടിക്കണ്ടേ? അങ്ങനെ ഒരു ഐക്യപ്പെടലിൻ്റെ കഥ ഒരു ഹദീസിലും കാണാനില്ല, ഒരു പൂർവികരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരു ഐക്യപ്പെടലൊന്നുമില്ല. അവർ അവിടെ ദുൽഹജ്ജ് 9 അറഫയിൽ നിൽക്കുമ്പോൾ നമ്മൾ ദുൽഹജ്ജ് 9 നോമ്പ് പിടിക്കുക, അത്രയേ ഉള്ളൂ അതിൽ. ഇനി ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന ആളുകൾ ഈ 1400 കൊല്ലം മുമ്പ് ഇവിടെ ദീൻ വന്നതാണ്. കൃത്യമായിട്ട് ഇപ്പോൾ ഈ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ റേഡിയോ ഉണ്ടായില്ല അല്ലേ. ഈ റേഡിയോ ഇല്ലാത്ത കാലഘട്ടത്തിൽ ആരെങ്കിലും ഹജ്ജ് കഴിഞ്ഞ് വന്നാലേ ആളുകൾ അറിയുള്ളൂ അവിടെ അറഫ എപ്പോഴായിരുന്നു എന്ന്. നമ്മളിവിടെ നോക്കിയിരുന്നതോ നമ്മുടെ നാട്ടിൽ നിലാവ് കണ്ടതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരും. മനസ്സിലാവണ്ടോ? അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ് 9? ഇനി എല്ലാവരും ഒന്നിച്ച് അവരോടൊപ്പം ഐക്യപ്പെടണമെന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. കാരണം എന്താ, ഇവിടെ അറഫയിൽ ആളുകൾ നിൽക്കുമ്പോൾ പകലിലെ ആളുകൾ നിൽക്കുക അല്ലേ. അതേസമയം അമേരിക്കയിൽ രാത്രിയാണ്. ആ രാത്രിയിൽ നോമ്പ് പിടിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോൾ ലോകത്തെല്ലായിടത്തെയും കഥ വ്യത്യസ്തമാണ്. ലോകത്തെല്ലായിടത്തും ഒരുമിച്ച് അറഫയിൽ നിൽക്കുക, അറഫയിൽ നോമ്പ് പിടിക്കുക എന്ന് പറയുന്നത് അത് അസംഭവ്യമായ കാര്യമാണ്. അത് തെറ്റിദ്ധാരണയാണ്. പിന്നെ ഈ രാത്രിയിലും പകലിലും ഒക്കെ നമ്മൾ കൂടുതലായി ഓതേണ്ടത് എന്താണ്? പ്രത്യേകമായി നേരത്തെ പഠിച്ച ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ സുബ്ഹാനല്ലാഹ് തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതുപോലെ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. അതുപോലെ സൂറത്തുൽ മുൽക്ക്, അതുപോലെ സൂറത്തു യാസീൻ, അതുപോലെ സൂറത്തുൽ ഫജ്ർ, അങ്ങനെ തുടങ്ങി ധാരാളം അദ്കാറുകൾ. പ്രത്യേകിച്ച് സൂറത്തുൽ ഹശ്ർ, ലൗ അൻസൽന എന്ന ആയത്ത് അവസാനം വരുന്ന മനോഹരമായ സൂറത്തുൽ ഹശ്ർ അടക്കം കൃത്യമായി മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ധാരാളം പാരായണം ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അറഫയുടെ പുണ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മക്കത്ത് നിൽക്കുന്നവർക്ക് ഇത് യൗമു തർവിയയാണ്, ഹജ്ജിൻ്റെ ദിവസമാണ് ഇല്ലേ. ഹജ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് അവരുള്ളത്, ദുൽഹജ്ജ് 8. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെയാണ് ദുൽഹജ്ജ് 8. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ രാത്രി മൻ അഹ്യൽ ലയാലിൽ ഖംസ്, 5 രാത്രികളെ ആരെങ്കിലും ജീവനുള്ളതാക്കിയാൽ വജബത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച് മഹാരഥന്മാർ പറയാണ്. അതിൽപ്പെട്ടൊരു രാത്രിയാണ് ദുൽഹജ്ജ് 8ൻ്റെ രാത്രി. ആ 8ൻ്റെ രാത്രി കടന്നു വരുമ്പോൾ ഈ പറയുന്ന അമലുകളൊക്കെ കൊണ്ട് തസ്ബീഹ് ചൊല്ല, ഈ നേരത്തെ പറഞ്ഞ സൂറത്തുകളൊക്കെ കൊണ്ട് നമ്മൾ ധന്യാക്കുക. പ്രത്യേകിച്ച് ഇന്ന് നമ്മളൊരു സ്വലാത്ത് പഠിക്കുന്നുണ്ട്. ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്, നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച ദിവസമാണ്. ദുൽഹജ്ജിലെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അതിന് മാറ്റു കൂടുതലാണ്. സൂറത്തുൽ കഹ്ഫ് ഓതുക, അതുപോലെ തന്നെ സുന്നത്തായ കുളിക്കുക, നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോവുക, പുരുഷന്മാർ സ്ത്രീകൾ ളുഹർ കൃത്യമായി നിസ്കരിക്കുക, സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രത്യേകിച്ച് നഖം വെട്ടുക, അതുപോലെ തന്നെ മീശ മുറിക്കുക എന്നൊക്കെ പറയണത് ഈ ഉളഹയ്യത്തുമായി ബന്ധപ്പെട്ട ആളുകൾ ഇന്നത് ചെയ്യേണ്ടതില്ല, അവർക്കത് കറാഹത്താണ്. അല്ലാത്തവർ നഖം, മുടി, അതുപോലെ തന്നെ ഗുഹ്യരോമങ്ങളൊക്കെ നീക്കം ചെയ്യുക, അങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് ശുഗലാവുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ എനിക്കത് കാണിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏത് സ്വലാത്താണ് നമ്മൾ ചൊല്ലേണ്ടത്? നമുക്കറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മളൊരു സ്വലാത്ത് പഠിക്കാൻ, ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ വളരെ അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദുനിയാവിലും ആഖിറത്തിലും ഗുണം ലഭിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ, അതിൻ്റെ മഹത്വങ്ങളിലേക്കൊന്ന് കടന്നു നോക്കാം. ഒന്നാമത്തത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുമെന്നാണ്. ആരും തുണയില്ലാത്ത സമയത്ത് മുത്തുനബിയുടെ ശഫാഅത്ത്. രണ്ടാമത് ഹൗദുൽ കൗസർ കുടിക്കാൻ പറ്റുമെന്നാണ്. യാ അല്ലാഹ്, ദാഹിച്ച് വലയുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ. മൂന്നാമത്തേത് സ്വർഗത്തിൽ ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിക്കാമെന്നതാണ്. നാലാമത്തേത് ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്നതാണ്. അഞ്ചാമത്തേത് നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. ആറാമത്തേത് നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടിത്തരും. ഏഴാമത്തേത് സിഹറുകൾ, കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു ബാത്തുലാക്കി തരും. എട്ടാമത്തേത് നല്ല ജോലി അവർക്ക് ലഭിക്കും. നമ്മുടെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കും, വാഹനത്തിൽ ബറക്കത്ത് ലഭിക്കും, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം ലഭിക്കും. ഒൻപതാമത്തേത് നമ്മുടെ കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമായി തീരും. ഇതിലപ്പുറം എന്താ വേണ്ടത്? ഇങ്ങനെ ഒരു അത്ഭുത സ്വലാത്ത് ഈ വെള്ളിയാഴ്ച പകലിൽ മാത്രമല്ല, ഇന്ന് രാത്രി തർവിയ യൗമു ചർവിയയുടെ രാവ് ഇല്ലേ, ലൈലത്തു ചർവിയ നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈ രാത്രി പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളതാണ്, ധാരാളം ചൊല്ലുക. പ്രത്യേകിച്ച് അറഫാരാവ് കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ എന്നല്ല, ഹജ്ജിന് പോയ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈവ് കാണുന്നുണ്ട്. മക്കത്ത് നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഹജ്ജും ഉംറയും മഖബൂലും മബ്റൂറുമാക്കട്ടെ, അവരുടെ സിയാറത്ത് അല്ലാഹു മർളിയാക്കട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സാധുക്കളെ ദുആയിലൊന്ന് ഓർക്കണേ. അറഫയിൽ നിൽക്കുമ്പോൾ ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കതല്ലാതെ നിങ്ങളോട് പറയാൻ എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതാണ് ആ സ്വലാത്ത്? ധാരാളം ഈ സ്വലാത്ത് ചൊല്ലാന്നാണ്. നമുക്കൊന്ന് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക അന്നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം തസ്ലീമാ. ഒന്നുകൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക അന്നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം തസ്ലീമാ. ധാരാളം ചൊല്ലാം. അല്ലാഹു റബ്ബുൽ ആലമീൻ പതിവാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. 5000 രൂപ സമ്മാനം ആർക്കാ കിട്ടുക? നാളെ രാത്രിയാണ് നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ബലിപെരുന്നാൾ ദിവസം ഭക്ഷണം കഴിച്ചിട്ടാണോ, നിസ്കാരം കഴിഞ്ഞിട്ടാണോ ഭക്ഷണം കഴിക്കേണ്ടതെന്നാണ് അല്ലേ? എപ്പോഴാണ് കഴിക്കേണ്ടത്? ചെറിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ ചെറിയ ലഘുഭക്ഷണം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ട് പള്ളിയിൽ പോയി പെരുന്നാൾ നിസ്കരിക്കലാണ് സുന്നത്ത്. സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ പെരുന്നാൾ നിസ്കരിക്കലാണ് സുന്നത്ത്. ബലിപെരുന്നാളാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് ഭക്ഷണം കഴിക്കലാണ്. അതായത് ലഘുഭക്ഷണമാണെങ്കിൽ അങ്ങനെ, അല്ല വലിയ ഭക്ഷണമാണെങ്കിൽ അങ്ങനെ. നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. ഹജറുൽ അസ്വദ്, കറുകറുത്ത കല്ല് അല്ലേ, ഹജറുൽ അസ്വദിൻ്റെ യഥാർത്ഥ നിറമെന്താണ്? ഹജറുൽ അസ്വദിൻ്റെ യഥാർത്ഥ നിറമെന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ഫജ്ർ നമുക്കൊന്നൊരുമിച്ച് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد
وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണയല്ല. പുണ്യഭൂമിയിൽ നിന്ന് പോലും ഞങ്ങളെ വീക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അമലുകൾ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല. പടച്ചവനെ, പുണ്യഭൂമിയിൽ ചെന്നടയാൻ മരിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല. പലയാവർത്തി മഹാഭാഗ്യം നൽകണയല്ല. അറഫ കടന്നു വരുമ്പോൾ, യൗമു തർവിയ കടന്നു വരുമ്പോൾ, ലൈലത്തു തർവിയ കടന്നു വരുമ്പോൾ വേണ്ടതുപോലെ വിനിയോഗിക്കാൻ തൗഫീക്ക് നൽകണയല്ല. വിശുദ്ധ ദുൽഹജ്ജിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിൽ പെടുത്തണയല്ല. പാപങ്ങൾ പൊറുക്കണയല്ല, സങ്കടങ്ങൾ അകറ്റണയല്ല. ഈ സദസ്സിനെ ചേർത്ത് പിടിക്കുന്നവർ, ഇതിനെ സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ എല്ലാവർക്കും നീ അനുഗ്രഹങ്ങൾ വർഷിക്കണയല്ല. കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല, ഐക്യം നൽകണയല്ല, സന്താനങ്ങളെ ഇണകളെ നേർവഴിയിലാക്കണയല്ല. ഒരുപാട് തടസ്സങ്ങളുള്ളവർ, നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുള്ളവർ നീ അത് നടത്തി കൊടുക്കണയല്ല. മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ഇണകളെ ലഭിക്കാത്തവർ എല്ലാവർക്കും ഖൈർ നീ നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണയല്ല. കടങ്ങളെല്ലാം ഏറ്റെടുക്കണയല്ല. വ്യത്യസ്ത എക്സാമുകൾ എഴുതാൻ കാത്തിരിക്കുന്നവരുണ്ട്, പരിപൂർണ വിജയം ആഫിയത്തോടെ നീ നൽകണയല്ല. പടച്ചവനെ, ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേക
പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവർ, ഓരോരോ വീഡിയോ കണ്ട് ഇൽമ് ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നവർ, അവരെ നീ ജീവസുറ്റ ഹൃദയത്തോടെ എന്നെന്നും നിലനിർത്തണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.